ഹരേ കൃഷ്ണ. നമസ്തേ. എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ. അപ്പോൾ ഏകാദശിയായിട്ട് നമുക്കിന്ന് ഒരു അഷ്ടപതി ഭഗവാന് ആലപിച്ച് കേൾപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അഷ്ടപതി 7ാമത്തെ അഷ്ടപതിയാണ്. ഈ അഷ്ടപതിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഷ്ടപതിയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അഷ്ടപതിയിൽ കൂടുതലും രാധയുടെ പരിഭവവും പിണക്കവും ഒക്കെയാണ് പറയുന്നതെങ്കിലും ഇടയ്ക്ക് ഭഗവാനും രാധയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അതായത് താൻ മറ്റു ഗോപസ്ത്രീകളോടൊപ്പം അങ്ങനെ ക്രീഡകളൊക്കെ ചെയ്ത സമയത്ത്, അവരോടൊപ്പം ആടിപ്പാടുന്ന സമയത്ത് അതിൽ ദേഷ്യം തോന്നിയിട്ട് രാധാദേവി പിണങ്ങിപ്പോവുകയുണ്ടായി. അപ്പോൾ രാധാദേവി ഇങ്ങനെ പിണങ്ങിപ്പോകുന്ന സമയത്ത് ഭഗവാൻ തടുത്തില്ല. തടുക്കാത്തതിൻ്റെ കാരണം അത് വീണ്ടും പോയി തടുക്കുമ്പോഴത്തേക്കും ദേഷ്യം കൂടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭഗവാൻ തടുത്തിട്ടില്ല. അപ്പോൾ തടുക്കാതിരുന്നപ്പോൾ രാധയ്ക്ക് കൂടുതൽ ദേഷ്യമായി. അപ്പോൾ രാധാദേവി പിണങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ അതോർത്തിട്ട് ഭയങ്കര വിഷമം ഉണ്ടായി. അപ്പോൾ രാധയെക്കുറിച്ച് ആ വിരഹത്തിൽ ഇരിക്കുന്ന ഭഗവാനെ അതിന് സങ്കല്പിച്ചിട്ടുള്ളതാണ് 7ാമത്തെ അഷ്ടപതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അഷ്ടപതി അതൊന്ന് ആലപിച്ച് ഭഗവാനെ കേൾപ്പിച്ചു കൊടുക്കാം. ഹരേ കൃഷ്ണ. മാമിയം ചലിതാ വിലോക്യ വൃതം വധൂ നിജയേന സാ പരാതതയാ മയാ പിന വാരിതാദിഭയേന ഹരി ഹരി സാഗദാ കുപിദേവ ഹരി ഹരി ഹദാ ദരദയാ കിം കരീക്ഷതി കിം വദീക്ഷതി സാചിരം വിരഹേണ കിം ദനേന ജനേന കിം മമ ജീവിതേന ഗൃഹേണ ഹരി ഹരി സാഗദാ കുപിദേവ ഹരി ഹരി ഹദാ ദരദയാ ചിന്തയാമി തദാനനം കുടിലഭൃഗോപഭരേണ ശോണപദ്മമിവോപരി ഭ്രമദാകുലം ഭ്രമരേണ